ഇത്രയും നേരം നമ്മൾ ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ നിന്ന് കുറേ യൂത്ത് കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു അടിപൊളി ഫാമിലി എടുത്ത് പോവാം. ഇത്രയും തണുപ്പത്ത് ഇത്രയും എനർജറ്റിക് ആയിട്ട് രണ്ട് നല്ല കുഞ്ഞു പിള്ളേരെയും കൊണ്ട് വന്നത്. അപ്പോൾ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയാം. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സെബിൻ, തൃശ്ശൂർ സോണാണ്. വൈഫ് ഡോക്ടർ അലീന മേരി പോൾ. 2 മക്കളാണ്. മൂത്ത ആൾ എമ്മ മറിയം 4 വയസ്സ്, രണ്ടാമത്തെ ആൾ എഫ്രൈം 1 വയസ്സ്. നമ്മൾ കഴിഞ്ഞ ജാവോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ജാവോയ്ക്ക് ആയപ്പോഴും നമുക്ക് വരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരുണ്ടെങ്കിലും നമുക്ക് എന്ത് സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും വരണം. പിള്ളേർക്ക് വയ്യായിരുന്നു ഒരാഴ്ച മുന്നൊക്കെ, പക്ഷെ എന്നാലും നമുക്കിവിടെ വരണം, ആ ഒരു എക്സ്പീരിയൻസ് വീണ്ടും റിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളിവിടെ ഓടിയെത്തിയതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിള്ളേരാണെങ്കിലും ഇവിടെ കിഡ്സിൻ്റെ ടേക്ക് കെയർ ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അഡോറേഷൻ ആണെങ്കിലും സെഷൻസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ലാസ്റ്റ് ജാഗോയ്ക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ജാഗോയിലും ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഗുഡ് എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു. ഈശോയെ ഒരുപാട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതാണ് ഞങ്ങൾക്ക് ഈ ഒരു ജാഗോയ്ക്കും എങ്ങനെയും വരണമെന്ന് ഞങ്ങൾക്ക് ഫോഴ്സ്ഫുള്ളി എങ്ങനെയും വരണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് അതിൽ നിന്നാണ് ഉണ്ടായത്. ഈ ഒരു ജാഗോയിലാണെങ്കിലും പറയാമല്ലോ, ക്ലൈമറ്റ് ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. പിള്ളേർക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. ഈവൻ ദോ ഈ ഒരു പ്രോഗ്രാമിലെ ഇപ്പോൾ സെഷനും ആയിക്കോട്ടെ, എല്ലാത്തിലും ഈശോയുടെ സ്നേഹവും അതുപോലെ ഗോഡ് എക്സ്പീരിയൻസും ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് അഡോറേഷൻ. ഇന്നലത്തെ അഡോറേഷനിലാണെങ്കിൽ ശരിക്കും തുടക്കം മുതലേ തന്നെ ഹോളി സ്പിരിറ്റ് ശരിക്കും ലീഡ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഈശോ നമ്മുടെ ഒപ്പം ആയിരിക്കുന്നത് പോലെയായിരുന്നു. ഇപ്പോൾ ഞങ്ങളാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും പിള്ളേരെ ആണെങ്കിലും ഇന്നലെ അഡോറേഷനിൽ ഇടയ്ക്ക് ഉറങ്ങിയെങ്കിലും പിള്ളേരെ ആണെങ്കിലും 2 പേരെ ഞങ്ങൾക്ക് അഡോറേഷനിലേക്ക് ഇരുത്താൻ പറ്റി. അപ്പോൾ ശരിക്കും ഈശോയുടെ ഒരു സ്നേഹവും പിള്ളേർക്കാണെങ്കിലും ആ ഒരു ബ്ലെസ്സിങ്ങും ഞങ്ങൾക്കെല്ലാം അനുഭവിക്കാൻ പറ്റി. അപ്പോൾ ഇനിയാണെങ്കിലും ഇതുപോലെ ഇനിയും ജാഗോ ഉണ്ടെങ്കിലും അതുപോലെ ഇനിയും പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതുപോലെ ഇവിടെ വരുന്ന ഇപ്പോൾ പുതിയതായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പിള്ളേർക്കാണെങ്കിലും ഇത് നല്ലൊരു അനുഭവമായിരിക്കട്ടെ. പിന്നെ എല്ലാവരും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചേച്ചി ഇന്ന് പാർട്ടിസിപ്പൻറ്റ് മാത്രമായിട്ടല്ല, ഒരു വോളണ്ടിയർ കൂടെ ആയിട്ടാണ് വന്നത്. 2 കുഞ്ഞ് ക്യൂട്ട് പിള്ളേരുണ്ടായിട്ട് പോലും ചെറിയ കുസൃതികളുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് പോലും ചേച്ചി വോളണ്ടിയർ ആയിട്ട് ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും വോളണ്ടിയർ, ഏത് ടീമിലാണ് വോളണ്ടിയറിങ്? ഓക്കെ, ഞാൻ വോളണ്ടിയർ ആയിട്ടുള്ളത് മെഡിക്കൽ ടീമിലാണ്. ഇപ്പോൾ ഈ മെഡിക്കൽ ടീമിൻ്റെ പാർട്ടായിട്ടിരിക്കുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കേസസ് വരുന്നുണ്ട്, ഒരുപാട് OP കേസസ് വരുന്നുണ്ട്, പല കൈൻഡ് ഓഫ് പേഷ്യൻസ് വരുന്നുണ്ട്. ലൈക്ക് ചെറിയ കേസസ് തൊട്ട് സിവിയർ ആയിട്ടുള്ള കേസസ് വരെ വരുന്നുണ്ട്. ദൈവാനുഗ്രഹത്താൽ നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഒരു ടീമും അതുപോലെ നല്ലതായിട്ട് എല്ലാ കേസുകളും അറ്റൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് ചെറിയ ഇഷ്യൂസ് ആയിട്ട് വരുന്നവരാണെങ്കിലും പോലും നമ്മൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതായത് പ്രോഗ്രാമിൽ ഇപ്പോൾ ഈ അസുഖങ്ങൾ വന്നാലും നമുക്ക് പറ്റുന്നതുപോലെ നമ്മൾ പെട്ടെന്ന് അത് ഫാസ്റ്റായിട്ട് അവരെല്ലാവരെയും സുഖപ്പെടുത്തുന്ന രീതിയിലെല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെ ക്വിക്കായിട്ട് നമ്മൾ എന്താ പറയുക, ക്വിക്കായിട്ട് എല്ലാത്തിൽ നിന്നും നമ്മളിങ്ങനെ വിട്ട് പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ വിടുന്നുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമുക്കിതൊക്കെ സാധിക്കുന്നത്. ഈ പറഞ്ഞ പോലെ മക്കളെ കൊണ്ട് വരാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ വോളണ്ടിയർ ആയിട്ടിരിക്കാനും എല്ലാം നമുക്ക് പറ്റുന്നതും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപയും അനുഗ്രഹവും കൊണ്ടാണ്. ഇവിടെ ഒരു ഹോൾ മെഡിക്കൽ ടീം തന്നെ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇനി ഒരു അടിപൊളി ജാഗോ എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.